ചിലപ്പം ഇവൻ്റെ BP ഒക്കെ താഴും. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം അവന് വെൻറ്റിലേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. എന്താ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവൻ ഇതിൻ്റെ അകത്തുനിന്ന് റിക്കവറായി വരും, ചിലപ്പോൾ ഇവൻ്റെ സ്ഥിതി മോശമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ഞാൻ കയറി നോക്കുമ്പോൾ ഇവൻ്റെ മേത്ത് കൂടെ ഫുള്ളി ട്യൂബുകളാണ്, വയറുകളും ട്യൂബുകളും, മൂക്കിൽ ട്യൂബ് ഇട്ടിരിക്കുന്നു, മേത്ത് ഫുള്ള് ഓരോരോ ഇത്. എനിക്കിവനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ റൂമിൽ ICUവിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ ICUവിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്തൊരു ഭയങ്കര വിഷമം. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ചേട്ടൻ ഇരിക്കണം, എനിക്ക് പറ്റുന്നില്ല ഇരിക്കാമെന്ന്. ഞാൻ ഇടയ്ക്ക് പോവും, എനിക്ക് ശ്വാസം മുട്ടും, ഞാൻ തിരിച്ചിറങ്ങി വരും, പുറത്തിരുന്ന് കരയും. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് തീരെ തലവേദന, എനിക്ക് തീരെ വയ്യ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് സമയം കൊച്ചിൻ്റെ അടുത്തിരിക്കുക, ഞാനൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കൊച്ചിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് അനിയത്തി പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കാശുരൂപവും പ്രാർത്ഥന പുസ്തകവും കളഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനിത് എന്തെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പില്ലോയുടെ അടിയിൽ ഇതിരിപ്പുണ്ട്. ഞാൻ വെറുതെ, വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ആ കാശുരൂപം തൊട്ട് കൊച്ചിനെ ഒന്ന് മുത്തിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ ഭയങ്കരമായിട്ട് അസ്വസ്ഥത വരും. അപ്പം ഞാൻ കൊച്ചിൻ്റെ അരികെ ഒരു കസേര ഇട്ടിരുന്നിട്ട് ഈ പുസ്തകം, പ്രാർത്ഥന പുസ്തകം എടുത്തു. ആദ്യം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ചുമ്മാതിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതെനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല, അതും പ്രാർത്ഥിച്ചു. അതിൻ്റെ അകത്ത് നിയോഗം സമർപ്പിക്കേണ്ടത് നിയോഗം സമർപ്പിച്ചു.